നമസ്കാരം. അധികാരം എന്നത് ജനങ്ങളെ സേവിക്കാനുള്ളതാണോ അതോ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് രാജാവിനെ പോലെ എഴുന്നള്ളാനാണോ ഉള്ളത് എന്ന് കേരളത്തിന് കാണിച്ചു തരികയാണ് പുതിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഭരണം മാറി വെറും 3 ആഴ്ച പിന്നിടുമ്പോൾ കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തു വരുന്നത് വിപ്ലവകരമായ മാറ്റങ്ങളുടെ വാർത്തകളാണ്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ജില്ലാ സന്ദർശന വേളകളിൽ പോലീസ് പരമ്പരാഗതമായി നൽകി വരുന്ന ആചാരപരമായ ഗാർഡ് ഓഫ് ഓണർ ബഹുമതി പൂർണ്ണമായും ഒഴിവാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കേരള പോലീസ് മാനുവൽ പ്രകാരം മുഖ്യമന്ത്രി ഒരു ജില്ല സന്ദർശിക്കുമ്പോൾ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസുകളിലോ ചടങ്ങുകളിലോ നടക്കുന്ന വേദികളിലോ ഒരു ഗാർഡ് കമാൻഡറുടെ നേതൃത്വത്തിൽ 5 മുതൽ 7 വരെ പോലീസ് ഉദ്യോഗസ്ഥർ തോക്കുകളുമായി നിരന്നുനിന്ന് മുഖ്യമന്ത്രിയെ ഔദ്യോഗികമായി സ്വീകരിക്കുന്ന ചടങ്ങാണിത്. ഇത് വെറും ആർഭാടവും അനാവശ്യവുമാണെന്നാണ് വി.ഡി. സതീശൻ DGP റവാഡ എ. ചന്ദ്രശേഖരനെ നേരിട്ട് അറിയിച്ചിരിക്കുന്നത്. കൊളോണിയൽ കാലഘട്ടത്തിലെ ഈ അടിമത്ത ആചാരങ്ങൾ ജനാധിപത്യ സർക്കാരിന് ആവശ്യമില്ലെന്നും പോലീസിൽ കടുത്ത ഉദ്യോഗസ്ഥ ക്ഷാമം നേരിടുന്ന ഈ ഒരു സാഹചര്യത്തിൽ തനിക്ക് സല്യൂട്ട് അടിക്കാൻ നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും സജീവ പോലീസിംഗിനും ഉപയോഗിക്കണമെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇവിടെയാണ് നമ്മൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാലത്തെ രാജകീയ എഴുന്നള്ളത്തുമായി ഇതിനെ ഒന്ന് താരതമ്യം ചെയ്യേണ്ടത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി റോഡിൽ ഇറങ്ങിയാൽ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ശപിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അഡ്വാൻസ് പൈലറ്റ്, എസ്കോർട്ട് വാഹനങ്ങൾ, ആംബുലൻസ്, സ്പെയർ വാഹനം, സ്ട്രൈക്കർ ഫോഴ്സ് എന്നിങ്ങനെ 30-ലധികം വാഹനങ്ങളുടെ വമ്പൻ വ്യൂഹത്തിന്റെ അകമ്പടിയോടെയായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര. പിണറായി വിജയൻ കടന്നു പോകാൻ വേണ്ടി മണിക്കൂറുകളോളം റോഡുകളിൽ ബ്ലോക്ക് ചെയ്യുകയും പാവം ജനങ്ങളുടെ കറുത്ത മാസ്കും കറുത്ത കുടയും വരെ പോലീസ് ബലമായി അഴിപ്പിച്ചു വാങ്ങുകയും ചെയ്ത കറുത്ത ചരിത്രം കേരളം മറന്നിട്ടില്ല. ഗർഭിണികളും രോഗികളുമായി പോയ ആംബുലൻസുകൾ വരെ വഴിയിൽ തടഞ്ഞിട്ടാണ് അന്ന് മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കിയത്. എന്നാൽ വി.ഡി. സതീശൻ അധികാരമേറ്റ ഉടൻ തന്നെ ചെയ്തത് എന്തായിരുന്നു? മുഖ്യമന്ത്രിയുടെ ആ ഒരു വമ്പൻ വാഹന വ്യൂഹത്തിന്റെ ഭാരം പൂർണ്ണമായും വെട്ടിക്കുറച്ചു. തന്റെ യാത്ര കാരണം ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്ന് DGPക്ക് കർശന നിർദ്ദേശവും നൽകി. പൈലറ്റും എസ്കോർട്ടും ഒഴികെയുള്ള മറ്റ് സകല അകമ്പടി വാഹനങ്ങളും സതീശൻ ഒഴിവാക്കി. കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾക്കില്ലാത്ത ഏത് ജീവഭയമാണ് ഇപ്പോൾ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് ഇല്ലാത്തതെന്ന് ജനങ്ങൾ ചിന്തിക്കണം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പുതിയ മയക്കുമരുന്ന് വിരുദ്ധ പ്രചാരണമായ തൂഫാൻ റേ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് വി.ഡി. സതീശൻ ഈ ഒരു നിലപാട് വ്യക്തമാക്കിയത്. പോലീസിൽ ആവശ്യത്തിന് അംഗബലമില്ലാത്ത സ്റ്റേഷനുകളുടെ പ്രവർത്തനം പോലും പ്രതിസന്ധിയിലാകുമ്പോൾ എന്തിനാണ് തനിക്ക് ചുറ്റും ഉദ്യോഗസ്ഥരെ ആചാരങ്ങളുടെ പേരിൽ തളച്ചിടുന്നതെന്നാണ് അദ്ദേഹം ചോദിച്ചത്. പൊതുജനങ്ങളുടെ സേവനത്തിന് മാത്രം വിന്യസിക്കേണ്ട സേനാംഗങ്ങളെ മുഖ്യമന്ത്രിക്ക് സല്യൂട്ട് അടിക്കാൻ വേണ്ടി മാത്രം ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നത് അനാവശ്യമാണെന്ന് സതീശൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ പോലീസ് തലപ്പത്തുള്ളവർ പോലും അത്ഭുതപ്പെട്ടുപോയി. ആർഭാടം കുറച്ച് ഒരു ചെറിയ രീതിയിൽ ഗാർഡ് ഓഫ് ഓണർ നൽകാമെന്ന് DGP ആലോചിച്ചെങ്കിലും അത് പൂർണ്ണമായും വേണ്ടെന്ന് വെക്കാൻ തന്നെയാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. ഭരണമെന്നാൽ അധികാരം കാണിക്കാനുള്ളതല്ല, മറിച്ച് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി മാതൃകയാക്കാനുള്ളതാണെന്ന് പുതിയ സർക്കാർ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം കോടിക്കണക്കിന് രൂപ ജനങ്ങളുടെ നികുതി പണം പരസ്യങ്ങൾക്കും PR വർക്കുകൾക്കും വേണ്ടി ചെലവഴിച്ചാണ് പിണറായി വിജയനെ ഇരട്ടച്ചങ്ങനെന്ന് വിളിച്ചു വരുത്തിയത്. എന്നാൽ വെറും 3 ആഴ്ച കൊണ്ട് ഒരു PR വർക്കിന്റെയും സഹായമില്ലാതെ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ആശാവർക്കർമാരുടെ ശമ്പളം കൂട്ടിയും സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്ര നൽകിയും ഇപ്പോൾ സ്വന്തം വാഹന വ്യൂഹവും ആചാരങ്ങളും വെട്ടിക്കുറച്ചും UDF സർക്കാർ മുന്നോട്ട് കുതിക്കുകയാണ്. എന്തൊക്കെ തെറ്റിദ്ധാരണകൾ പരത്താൻ കമ്മ്യൂണിസ്റ്റ് പ്രതിപക്ഷം ശ്രമിച്ചാലും ജനങ്ങൾ ഇതെല്ലാം കൃത്യമായി കാണുന്നുണ്ട്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആർഭാടം നിറഞ്ഞ പഴയ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ ഭരണമാണോ അതോ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഈ ഒരു UDF സർക്കാരിന്റെ ഭരണമാണോ വേണ്ടതെന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ ഈ ഒരു ലാളിത്യവും ജനപക്ഷ നിലപാടും കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ചരിത്രമായി മാറുകയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാലത്ത് 30-ലധികം വാഹനങ്ങളുടെ അകമ്പടിയോടെ ജനങ്ങളെ റോഡിൽ ബന്ദിയാക്കി നടത്തിയ ആർഭാട യാത്രകളും ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കാണിക്കുന്ന ഈ അങ്ങേയറ്റത്തെ ലാളിത്യവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. തനിക്ക് പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ ബഹുമതി വേണ്ട, പോലീസുകാർ ജനങ്ങളെ സേവിക്കട്ടെ എന്ന് പ്രഖ്യാപിച്ച വി.ഡി. സതീശന്റെ നടപടി കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ്. കൊളോണിയൽ കാലത്തെ അടിമത്ത ആചാരങ്ങളും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച സുരക്ഷാ നാടകങ്ങളും UDF സർക്കാർ ഒന്നൊന്നായി മാറ്റുകയാണ്. കോടികളുടെ PR വർക്കുകൾ നടത്തിയിട്ടും ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ തൂത്തെറിഞ്ഞത് ഇത്തരം ഇരട്ടത്താപ്പുകൾ കണ്ടതുകൊണ്ടാണ്. വരും ദിവസങ്ങളിൽ ഈ ജനകീയ വികസന ഭരണത്തിന് കേരളം ഒന്നടങ്കം കൈയടിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.